ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ശർക്കര പായസമാണ്. നാവിലലിയും ടേസ്റ്റിലാണ് നമ്മൾ ഈ കിടിലം പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമ്മളെ കിടിലൻ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊന്ന് നമ്മുടെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ 1 കിലോ പരിപ്പാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കഴുകി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണ്ട്. നമുക്കിവിടെ ഒരു വിസിൽ മതി കേട്ടോ നമ്മുടെ ഈ പരിപ്പൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം, ആ പരിപ്പിന് മുകളിലോട്ട് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ, ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ട് അടിച്ചെടുക്കണത്. അപ്പം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യം തന്നെ നമുക്കൊരു അടി കട്ടിയുള്ള ഉരുളി വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് മിക്സിയിലടിച്ച പരിപ്പിൻ്റെ ആ മിക്സർ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തീ ഇപ്പോൾ കത്തിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ തീ കത്തിക്കാതെയാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓണാക്കാം. ഓണാക്കിയിട്ട് നല്ലതുപോലെ നമുക്ക് പരിപ്പൊക്കെ ഒന്ന് അടി പിടിക്കാത്ത വിധത്തിൽ വേണം കേട്ടോ. നമ്മൾ തീയൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇളക്കി ആ ചൂട് കയറുമ്പോൾ തന്നെ ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടാകുമേ. നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാതെ. ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഒന്ന് പരിപ്പൊന്ന് വേവിച്ചെടുത്തത്. ഇനി അതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1.5 കിലോ ശർക്കരയാണ്. അതൊക്കെ ഒന്ന് മെൽറ്റാക്കി അതിൻ്റെ കല്ലും മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് നമ്മളിവിടെ ശർക്കര ഒഴിച്ചു കൊടുക്കണത്. ശർക്കര ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെപ്പോഴും ശർക്കര എടുക്കുമ്പോൾ ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കാൻ ശ്രമിക്കണം. കറുത്ത കളർ എന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്രത്യേകത തോന്നിക്കൂലേ. അപ്പോൾ എപ്പോഴും ഡാർക്ക് കളർ എടുക്കാൻ ശ്രമിക്കുക ശർക്കര. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ശർക്കരയും ആ പരിപ്പും അതിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത്, പരിപ്പുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീ ഒന്ന് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കണത്. കൈവിടാണ്ട് തന്നെ നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കൈവിടാതെ തന്നെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ 2 തേങ്ങ എടുത്തേക്കണേ. 2 തേങ്ങ എടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അതിൻ്റെ ആ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ട് 2ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ പാലുമായിട്ട് കിടന്ന് നമ്മൾ ഈ പരിപ്പും ഒക്കെ ഒന്ന് വെന്ത് വരണം. പക്ഷേ ഇതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈവിടാണ്ട്, പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിടാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ പാലും ഇതെല്ലാം കൂടെ ഒന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലൊന്ന് പിരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ പരിപ്പ് പായസത്തിൻ്റെ പ്രത്യേകത എന്നാൽ നമ്മൾ മിക്സിയിലിട്ടെന്ന് അടിച്ചെടുത്തത്, വേവിച്ചിട്ട് അടിച്ചെടുത്തതാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നുള്ള തരത്തിലുള്ള പായസം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അത്ര ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് പാകത്തിനായി വരണേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കൈവിടാണ്ട് നമ്മൾ ഇടക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്നുകൂടി കുറുകി വരണം. ഇവിടെ പായസമൊക്കെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഇതാ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ കുറച്ച് ചുക്ക് എടുത്തിട്ട് ഒന്ന് ഉരലിലിട്ട് പൊടിച്ചതാണ്. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കണ്ട്. നമ്മുടെ ചുക്ക് ഇടണതൊരു ഫ്ലേവറിനാണ് കേട്ടോ. ചുക്കൊന്നും ഇല്ലെങ്കിൽ പായസം എന്താണല്ലേ. നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ പായസമൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തത് നമ്മുടെ ഫസ്റ്റ് പാലാണ്. ഇനി അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ. നമ്മളിവിടെ അടുക്കള ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇടക്ക്. അപ്പോൾ അത് കാരണമാണ് ഇവിടെയൊക്കെയാണ് കാണണത്. അപ്പോൾ നമ്മൾ നമ്മുടെ
ആദ്യത്തെ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്നുകൂടെ തിളച്ച് വരണം. ഒന്നുകൂടെ തിളച്ച് വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നേരം ഇതിന് കുക്ക് ചെയ്യണ്ട. നമ്മുടെ പായസമൊക്കെ ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരുന്ന സാധനമാണ്. അപ്പം നമുക്ക് ഇതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ തിളച്ച് വരട്ടെ, ഒന്ന് തിള വരട്ടെ. തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് അടുക്കള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും കേട്ടോ. അപ്പുറം വെട്ടം കുറച്ച് കുറവായതുകൊണ്ടിട്ട് ഞങ്ങൾ ഇപ്പുറത്തോട്ടാക്കിയതാണ് അടുക്കള. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പായസം എന്ന് പറഞ്ഞാൽ ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒരു തലയും കൂടെ വന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഒരു താളിപ്പും കൂടെ റെഡിയാക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് ഏലക്കയും നല്ല ജീരകമില്ലേ അതും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കും. ഒരു സ്പൂണാണ് നല്ല ജീരകം ഇട്ടേക്കണം, ബാക്കി ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾ ഇതൊക്കെ ഇടാണ്ട് നമ്മുടെ പായസത്തിന് എന്ത് രുചിയല്ലേ. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മുടെ പായസത്തിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ പൊടിച്ചതാണ്, അതാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇപ്പം തന്നെ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല മണവും കൂടിയാണ്. അപ്പം നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു കശുവണ്ടി ഒന്ന് നമുക്ക് ഇതിനകത്തോട്ട് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് അപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഞാനിവിടെ നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ടേ. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൊത്താണ് ഇട്ട് കൊടുക്കണത്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് നമ്മൾ വഴറ്റിയെടുക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ തേങ്ങാക്കൊത്തൊന്നും കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ നിർബന്ധമില്ല, നമുക്ക് ഇടണമെന്നുണ്ട്. അപ്പം ഞാനിവിടെ ചേർത്തതാണ്, പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അതുപോലെ ഇത് ഒരു ടേസ്റ്റും ആണല്ലോ, നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇടണേ നമ്മുടെ പായസത്തിന് ടേസ്റ്റും കൂടുള്ളൂല്ലോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാനിവിടെ നമ്മുടെ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കശുവണ്ടിയും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പായസം കളർഫുള്ളാക്കാനായിട്ടുള്ളൊരു സാധനം കൂടി ഉണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ എള്ളാണ്. അതും കൂടെ ഇട്ടാലേ നമ്മുടെ പായസം പെർഫെക്റ്റ് ആകുള്ളൂ. ആ എള്ളും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അതെല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ സ്പെഷ്യൽ ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇരിക്കും തോറും കുറുകി വരും ഈ പായസം. നമ്മൾ ഇത്ര ലൂസിലാണ് ഉണ്ടാക്കിയെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകി നല്ല പാകത്തിനായിട്ടുണ്ടാകും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള ശർക്കര പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങൾക്ക് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡ് സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.